നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. GSM വിമൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വനിതകൾക്കായി പ്രത്യേക ക്വിസ് മത്സരം, സംവാദം, ഗെയിമുകൾ എന്നിവ നടത്തി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വനിതകളെയും പ്രത്യേകം സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വനിതോത്സവം 2025 എന്ന് പേരിട്ട പരിപാടിയുടെ വിശേഷങ്ങൾ കാണാം. ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ തുല്യ വേതനത്തിനു വേണ്ടിയും വോട്ടവകാശത്തിനു വേണ്ടിയും ചെയ്ത സമരങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് വനിതാ ദിനം എന്ന ആശയത്തിലേക്ക് നയിച്ചത്. 1975 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ലോക വനിതാ ദിനം ആചരിക്കുന്നു. കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകല്ലേ. ചെവി ചെവിയും കേട്ടില്ല പെണ്ണ്, ദൈവനീയറിഞ്ഞില്ലേ, വഴിച്ച നേടപ്പറന്നക്കടെ വലിയ പദ്ധതി വന്നത്. വഴിക ദൂരത്ത് കാരെക്കാട്ടും വളയിൽ കസുവണ്ടി തോട്ടത്തിനും വടക്ക്. ജന്മസാബല്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തിരി, പൈകിളി മലത്തി. കൊച്ചുങ്ങളുള്ള തള്ളമാരെല്ലാം അടിവരത്ത് നിൽക്കണേ, കൊച്ചുങ്ങളുള്ള തള്ളമാരെല്ലാം
അടിവരമ്പത്ത് നിൽക്കണേ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെല്ലാം നടുവരമ്പത്ത് നിൽക്കുന്നേ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെല്ലാം നടുവരമ്പത്ത് നിൽക്കുന്നേ അയകത്തിലുള്ള ജീവകച്ചമോ വിത്തല്ലമരി പാകുന്നേ അയകത്തിലുള്ള ജീവകച്ചമോ വിത്തല്ലമരി പാകുന്നേ മുറികളെല്ലാം മുഴുവരമ്പത്ത് നിൽക്കുന്നു മുറികളെല്ലാം മുഴുവരമ്പത്ത് നിൽക്കുന്നു അരുകത്തിലുള്ള ജീവകച്ചമോ വിത്തല്ലമരി പാകുന്നേ അരുകത്തിലുള്ള ജീവകച്ചമോ വിത്തല്ലമരി പാകുന്നേ കളിക്കുന്ന താറാവിൻ കുഞ്ഞേ പറയാമോ ഇത്ര ചെറുപ്പത്തിൽ നീന്തി കളിക്കുവാൻ ആരാണോ നിന്നെ പഠിപ്പിച്ചത് ആരാണോ നിന്നെ പഠിപ്പിച്ചത് കാറ്റാടി പോരാടുന്നു കാറ്റാടി പോരാടുന്നു കുഴപ്പമില്ല കണ്ടിന്യൂ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കമോൺ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം കമ്മല് നല്ല ഭംഗിയായിട്ടുണ്ട് കമ്മലാണ് കാർമുത്തല്ല കൊണ്ടുകൂട്ടാണ് കുട്ടിക്ക് വെള്ളം നിങ്ങളുടെ ചർച്ച വളരെ സജീവമാണ്. ഇവിടെ ആര് സൂചിപ്പിച്ച പോലെ മക്കൾ ചീത്തയാകുന്നതിന്റെ പുറകിലുള്ള ഒന്നാം പ്രതി ആരാണ്? നോ, ഒന്നാം പ്രതി അമ്മ, രണ്ടാം പ്രതി അപ്പൻ. കാരണം നമ്മളൊക്കെ കുട്ടികളെ അനുസരിപ്പിച്ച പഠിച്ച ഇരിക്കണം, പോണം, പഠിക്കണം, നിൽക്കണം, നടക്കണം. കുട്ടികളെ മനസ്സിലാക്കാൻ പഠിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ആടുതോമകളാകുന്നത്. ചാക്കോ മാഷ അറിയില്ലേ? മഞ്ഞപ്പള്ളി ചാക്കോ മാഷല്ല. ഒരു എഞ്ചിനീയർ ആവുന്ന മകനെ ബലമായിട്ട് കണക്ക് പഠിപ്പിച്ചവൻ കൂട്ടുകാരൻ്റെ കൈ കുത്തി ഡിവൈസിൽ കുത്തിപ്പൊടിച്ചു. നാട്ടുകാർ മുഴുവൻ തല്ലി കൊലപാതകമായി വേശിയെ കെട്ടിപ്പിടിച്ച റോഡിലൂടെ കൊണ്ടുകൊണ്ടി വന്നു. ഇതിന് ഉത്തരവാദി ആരാ? കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എൻ്റെ അനുഭവത്തിൽ പറയാം, 5 വയസ്സിന് മുമ്പേ അവനെ മോറൽ തിങ്സ് പഠിപ്പിക്കുക. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ഒരു പെൺകുട്ടി വളർന്ന് പൂർത്തിയാകുന്നവരെ ആ പെൺകുട്ടി ഉണ്ടാവുന്ന മാറ്റങ്ങളും അത് എന്തിനു വേണ്ടി പഠിപ്പിക്കാൻ ഒരമ്മയും തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇപ്പൊ എല്ലാവരും മൊബൈലിനെ കുറ്റം പറയുന്നു. അത് ഭംഗിയോട് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. കുട്ടികൾ മനസ്സിലാക്കുക, അവരൊന്ന് ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. അവരെങ്ങനെ ബഹുമാനിക്കാൻ പറയാമോ? കുട്ടികളെ എങ്ങനെ ബഹുമാനിക്കുക? ആർക്കെങ്കിലും പറയാമോ? അമ്മമാര് കുട്ടികളെ എങ്ങനെ ബഹുമാനിക്കുന്നത്? അധ്യാപകരെ ബഹുമാനിക്കണം, അച്ഛന്മാരെ ബഹുമാനിക്കണം, അപ്പനെ അമ്മേനെ ബഹുമാനിക്കണം. ഈ അപ്പനും അമ്മയും എങ്ങനെയാണ് കുട്ടികളെ ബഹുമാനിക്കുന്നത്? ഒരാളൊറ്റ ഒരു സമയത്ത് ഒരാളൊരു സമയത്ത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. എടാ അതൊക്കെ എടുത്തേ കമാൻഡാണ് മോനെ, അതൊക്കെ എടുക്കടാ എന്ന് എടുക്കാമോ?
അപ്പൊ അവനെ അംഗീകരിച്ചു എന്നൊരു ബോധ്യവനാണ് അല്ലേ? നമ്മൾ ഫേസ്ബുക്കിലോ കാണുന്നത് എടാ നീ പോയിട്ട് അടുക്കളയിൽ പാത്രം കൊടുത്തേ അമ്മച്ചി ദിവസം പറയണോ ഞാൻ അമ്മച്ചിയുടെ ഭർത്താവല്ല. അപ്പൊ ചില കാര്യങ്ങളിൽ സ്ത്രീകൾ മുകളിലുമാണ്. ആണോ? എനിക്കുള്ള ഒരു ദുഃഖം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് 2 പെൺമക്കളാണ്. ചെറുതായിരിക്കുമ്പോ ഞാൻ അവരെ കൊണ്ടുപോകുമ്പോ മിനിമം ഒരു 10 സ്ത്രീകളെങ്കിലും വല്യമ്മമാരാണ്ടാ ചോദിച്ചേ നിന്റെ 2 പെണ്ണായി പോയാ? നിങ്ങൾ കേട്ടണ്ടേ ഈ വർത്താനം? ആരാ ചോദിച്ചേക്കണേ? പെണ്ണല്ലേ, പുരുഷന്മാരധികം ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇവിടെയെല്ലാം അടിവരയിട്ട് ഞാൻ പറയുന്നു, തിരുത്തേണ്ടത് ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ്. ആണോ? ഇതൊക്കെ നമുക്ക് ഈ വനിതാ ദിനത്തില് ചിന്തിക്കാം. അവരെയല്ല, കാരണം ഇപ്പൊ ജെൻഡറിൽ മാത്രം ആണ് പെണ്ണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തുല്യതയ്ക്ക് വേണ്ടി പെണ്ണുങ്ങളൊക്കെ പരിശ്രമിച്ച് എല്ലാവരും തുല്യരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പെണ്ണുങ്ങൾ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് വെക്കണോ സ്വയമായിട്ട് പലരുടെ മനസ്സിൽ പറയണ എന്നെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ സാധിക്കുള്ളൂ, എനിക്ക് ഇതിനുള്ള കഴിവുള്ളൂ. അങ്ങനെ ആവുമ്പോൾ സ്വയം താഴ്ന്നു പോകുമ്പോൾ അവരോട് സ്വയം ഒതുങ്ങുന്നതാണ് പറഞ്ഞോണം അപകടമാകാനായിട്ട് തന്നെ ഒരു കാരണം. പിന്നെ സമൂഹം എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കയറി കഴിയുമ്പോഴും അവരെ അല്ല, പക്ഷെ അവരെ ആക്കുവാണ് സമൂഹത്തിൽ ഇന്ന് കൈയടിക്കാൻ വേണ്ടി അബലയാക്കാനായിരുന്നു സമൂഹവും എല്ലാവരും തയ്യാറ്. അത് എങ്ങനെയാന്ന് പറയാൻ പറ്റുമോ? അത് എങ്ങനെയാന്ന് പറയാം. അല്ലെ, നമുക്ക് എന്തും നമ്മളെ കൊണ്ട് പറ്റുന്നു. നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലും പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോ അത് നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ആ മറ്റുള്ളവര് നമ്മളെ താത്തി കെട്ടുമ്പോ നമ്മൾ പതുക്കെ ഒന്ന് താഴേക്ക് പോകും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും ആണുങ്ങൾ ഒരു പടി മുന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഈക്വാലിറ്റി പറയുന്നത് എനിക്ക് ഇപ്പോഴും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ എവിടെയാണ് അതിന്റെ പറഞ്ഞ സാധിക്കില്ല. കാരണം ഒരു കുടുംബത്തിലെ ഒരു പുരുഷനേക്കാളും ശ്രേഷ്ഠ സ്ത്രീ തന്നെയാണ്. കാരണം സ്ത്രീയാണ് ആ കുടുംബം എല്ലാം നിലനിർത്തി പോകുന്നത്. പുരുഷൻ എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ തരുമ്പോൾ നമ്മളതെല്ലാം വിരുവലം ചെയ്ത് ആ കുടുംബത്തിലെ ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നോക്കണതൊക്കെ ഒരു സ്ത്രീ തന്നെയാണ്. ഈ സ്ത്രീയുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയും നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ ഒരു പുരുഷൻ എപ്പോഴും നമ്മുടെ ബാക്കിലുണ്ടാവണം. ഈ പുരുഷൻ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് എപ്പോഴും ഭർത്താവ് എപ്പോഴും ഒരു തുണയായിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ആ കുടുംബവും നല്ല കുടുംബമായിട്ട് പോകും, നല്ല മക്കളെ കിട്ടും. അത് ശരിക്കും ഉറപ്പ് തന്നെയാണ്. അല്ലാണ്ട് സ്ത്രീ അവരെയൊന്നുമല്ല, സ്ത്രീ നല്ല ശ്രേഷ്ഠ തന്നെയാണ്. ഞാൻ എൻ്റെ മുഖത്ത് നോക്കി ഉറക്കെ ഒന്ന് സംസാരിച്ചാൽ പോലും പാരൻസ് ടീച്ചേഴ്സിൻ്റെ വീട്ടിൽ ചെല്ലും, അല്ലെങ്കിൽ സ്കൂളിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പിന്നെ അത് പോലീസിൽ പോകും, വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അത് തന്നെ ഒരു പരിധി വരെ നമ്മൾ മക്കൾ എന്തോ ആകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം വീണ്ടും വിദ്യാഭ്യാസത്തിനാണ്. അവൻ കോച്ചിങ് ക്ലാസ്സും അവരുടെ ട്രെയിനിങ് ഇവിടെ ട്രെയിനിങ്. അവൻ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ജോലി നന്നായിട്ട് ചെയ്ത് അവന്റെ ജീവിതം നടക്കാൻ പറ്റുന്ന ഒരു ജോലി ലഭിക്കുന്നതിന് വിചാരിക്കില്ലല്ലോ. അവൻ വേറെ എന്തോ ആകാം. അങ്ങനെ അവസാനത്താവും മക്കളെ എവിടെയെങ്കിലും പോയി കിടന്ന് കരുതാവുന്ന എന്തെങ്കിലും അടിമയാവും. കാരണം അവൻ ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ആവുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒപ്പത്തിലാണെങ്കിൽ അവൻ എന്താ ആകുന്നോ അത് ആരും അതിന് വിചാരിച്ചാൽ മതി.